എന്താടാ? അരവിന്ദിന് ബോധം വന്നു. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇപ്പൊ സമാധാനമായല്ലോ. ഇനിയെങ്കിലും ഇങ്ങക്ക് വേണ്ടി ജീവിക്കാൻ നോക്കി. അതിനുള്ള കോൾ ഒപ്പിച്ചിട്ടാണ് നമ്മൾ ബന്ധക്കുന്നത്. മനസ്സിലായില്ല. ഏതായാലും നനഞ്ഞി. ഇനി കുളിച്ച് നീരാടി തിരിച്ചു കയറണം. മാവൂർ റോഡിലെ കണ്ണഞ്ചിറ ഫൈനാൻസിൽ നിന്ന് ലോൺ എടുത്ത് മുങ്ങിയടക്കണ ഒരു കുവൈത്തുകാരൻ. കായില്ലാഞ്ഞിട്ടല്ല, കൊടുക്കാഞ്ഞിട്ടിന്നെ. ഒന്ന് പൊക്കി മെരട്ടി കായ് വാങ്ങി കൊടുത്താ 20% ഓഫർ. 80 ലക്ഷത്തിന്റെ 20% എന്ന് പറയുമ്പോ 10-16 ലക്ഷം വരും. അതിന് അല്ല, നിങ്ങളേതായാലും ഈ ഫീൽഡിൽ ഇറങ്ങിയ ശ്രദ്ധിക്ക്. വലിയങ്ങാടിയിൽ അരിച്ചാ കേട്ടിട്ടാ എന്റെ ബാപ്പ എന്നെ പഠിപ്പിച്ചത്. ദാ ഈ നിൽക്കുന്ന ഒരുത്തനും മേലനങ്ങാത്ത മുതലെന്നുണ്ടായവരല്ല. ഞങ്ങൾക്ക് ഒരു ആയുസ് മുഴുവൻ മരിച്ച് പണിയെടുത്താലും താൻ ഈ പറഞ്ഞ 16 ലക്ഷം ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റിയത് വരില്ല. പക്ഷെ പണിയെടുത്ത് സാധിച്ചെടുക്കാൻ പറ്റുന്ന ആവശ്യങ്ങളെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ വിട്ടേക്ക് ഹബീബിക്ക. ശ്രീധരനോട് മുട്ടിയിട്ട് ഇങ്ങക്കിനി ഈ സിറ്റിയിൽ മനസമാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടാ? അത് ഞങ്ങൾ സൂക്ഷിച്ചോളാം. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എപ്പോഴാണെങ്കിലും നേരിട്ടല്ലേ പറ്റൂ. പക്ഷെ ഇനി ഞങ്ങളില്ല. മതി ഹബീബ്ക്ക, ഞങ്ങൾ ഈ പണിക്ക് പറ്റിയ ആൾക്കാരല്ല. സാരില്ല, നന്നാവാനുള്ള ശ്രമം നല്ലതാ. എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോ വിളിക്കാൻ മടിക്കണ്ട. മാസലാം. ഹബീബിക്ക, സൂരജ് അവിടെ നിൽക്ക്. അയാളെ പൊക്കോട്ടെ. എടാ എടാ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. 16 ലക്ഷം രൂപ കിട്ടി എന്തൊക്കെ പ്രശ്നങ്ങൾ തീരും. എന്റെ അമ്മയ്ക്ക് ഡയാലിസിസ് ചെയ്യാൻ ആഴ്ചയിൽ കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റാതെ മുടിഞ്ഞു നിൽക്കുവാടാ ഞാൻ. അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാടാ. ഞങ്ങളൊക്കെ ഇല്ല നിന്റെ കൂടെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞ ചങ്ക് പൊട്ട് മരിക്കും നമ്മുടെ വീട്ടുകാര്. നമുക്ക് നമ്മുടെ പഴയ ജീവിതം മതിയടാ. പുതിയ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ ഇടിച്ചു കയറിയും മഴയത്ത് ബൂട്ട്സ് ഇടാതെ പന്ത് കളിച്ചും മാനാഞ്ചിറ മൈതാനത്ത് സൊള്ളാൻ വരുന്ന ചിക്കിലീസിനെ പഞ്ചാരയടിച്ചും സതീഷിന്റെ വർക്ക്ഷോപ്പിൽ കയറി ബാബുഖാന്റെ പഴയ പാട്ടുകൾ പാടിയും നമ്മൾ അനുഭവിച്ചിരുന്ന ഒരു ലൈഫ് ഉണ്ടായിരുന്നില്ലേ? അത് മതി. ഈ സിറ്റിയുടെ തിരക്കിലൊക്കെ ആരെയും പേടിക്കാതെ നമ്മൾ ഓടി നടന്ന് ആഘോഷിച്ചിരുന്ന നമ്മുടെ കൊച്ചു ലൈഫ് പിന്നെ എപ്പോഴെങ്കിലും ഓരോ വഴിക്ക് വേറിട്ട് പോയാലും ലോകത്തെവിടെയായിരുന്നാലും നമ്മളെ ചേർത്ത് വെക്കാനുള്ള ഈ കൊച്ചു സന്തോഷങ്ങളുടെ ഓർമ്മ മാത്രം മതിയടാ നമുക്ക്. സോറിടാ. അച്ഛൻ KTCയിലെ ഡ്രൈവറായിരുന്നു. ചെറിയ വരുമാനം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. ഇപ്പം അമ്മ മാത്രമേ ഉള്ളൂ. വെസ്റ്റ് ഹില്ലിൽ ചെറിയൊരു വീടുണ്ട്. എന്ന് വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. പക്ഷെ ബാധ്യതകളൊന്നുമില്ല. അമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ ഗൗരിയെ ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് കാണിക്കും. വേറെ ആരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല. ഒക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും തീ തിന്ന് നടക്കുന്ന ജീവിതം എന്റെ കുട്ടിയുടേത്. ആങ്ങളാന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തൻ അവന്റെ കൂട്ടുകാരനെ കൊണ്ട് കെട്ടിക്കാൻ നടക്ക ഇവള്. അവനെ പോലെ തന്നെ കൂലിക്ക് തല്ലാൻ നടക്കുന്ന വേറൊരുത്തൻ. എന്റെ മോൻ എത്രയും പെട്ടെന്ന് ഇവളെ കൊണ്ടുപോയിക്കും. കൊണ്ടുപോയി രക്ഷപ്പെടുത്തു മോനെ. അമ്മ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. അയ്യോ മോനെ, അവനാ അശോകൻ. മോൻ ഇതുവഴി പോണ്ട, പുറകെ കൂടെ പൊയ്ക്കോ. ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അമ്മ പേടിക്കണ്ട. അശോകൻ എന്നെ ഒന്നും ചെയ്യില്ല. നല്ല സ്നേഹമുള്ള ചെക്കനാ. നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ബന്ധം. എതിര് നിക്കല്ലേടാ പൊന്നു മോനെ. ഒച്ച എടുത്ത് തൊണ്ട പൊട്ടിക്കല തള്ളേ.
ആ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. നീ എന്താടാ പറഞ്ഞേ? ഞാനായിട്ട് ഇനി ഒന്നിനും എതിര് നിൽക്കണതല്ലേ. പണ്ടാറടങ്ങാനായിട്ട് ഇവിടെ നിന്നൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? എന്തേലും എടുത്തു പോയി വിളമ്പടി. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇനി ഒരു കൊട്ടേഷനെ പറ്റി ആരോട് മിണ്ടിപ്പോരുത്. ശമേ, നീയും ഇവനെ പോലെ തുടങ്ങിയോ? അതല്ലടാ, ഇതത്ര അപകടം പിടിച്ച പണിയൊന്നുമല്ല. ഒന്ന് മെനക്കെട്ട 2 ലക്ഷം രൂപ കൈ കിട്ടുന്നത്. എന്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാലോ. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. പറയടാ. ഗൗരിയുടെ ആങ്ങള അശോകൻ എന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങളുടെ കാര്യത്തിൽ അവൻ എതിർപ്പില്ല എന്ന്. ഒരു ടോട്ടൽ സറണ്ടർ. അതൊരു പുതിയ ടേണിംഗ് പോയിന്റ് ആണല്ലോടാ. അവളുടെ സ്ഥിതിയൊക്കെ വലിയ കഷ്ടാ. എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം. വലിയ ആർഭാടമൊന്നുമില്ലെങ്കിലും ഒരു കല്യാണം നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൈ വേണ്ടടാ. ഇതിപ്പോ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ. പണി എന്താന്ന് ഹബീബൊക്കെ പറഞ്ഞില്ല. ഇത് അത്ര വലിയ ആന കാര്യമൊന്നുമല്ല. ഈ കാശുള്ള വീട്ടിലെ ചെക്കന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് വണ്ടി മാറ്റുന്നത് ഒരു സൂക്കേടാ. അതുപോലൊരു ചെക്കന് ഞമ്മളെ ഈ പണി ഏൽപ്പിച്ച കക്ഷിക്കാര് ഒരു ഫോറിൻ വണ്ടി വിറ്റീന്. ഓന്റെ ജാട കണ്ടിട്ട് ബാക്കി കാശിനൊരു ചെക്ക് വാങ്ങി എന്റെ പാർട്ടി സെയിൽ ലെറ്റർ എഴുതി ഒപ്പിട്ട് കൊടുത്തു. ചെക്ക് മടങ്ങി. ഇപ്പൊ കാശുമില്ല, വണ്ടിയില്ല. ചെക്കനാണെങ്കിൽ വണ്ടിയും കൊണ്ട് ചെത്തി പൊളിച്ച് നടക്കണ്. ഓനെ ഒന്ന് പൊക്കി കാശ് വാങ്ങണം, അത്രേ ഉള്ളൂ. നോനോ, ഇത് ശരിയാവൂല. MBA കഴിഞ്ഞിരിക്കുന്ന ഒരു ചോക്ലേറ്റ് ചെക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ ഇങ്ങളാ നല്ലതെന്ന് തോന്നിയാ ഇങ്ങളോട് പറഞ്ഞത്. അല്ലാതെ പൊക്കിയെടുത്ത് ചുട്ടുമടക്കി കൊണ്ടുപോവാൻ കോഴിക്കോട്ട് അങ്ങാടി ആൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടല്ല. ഇത് റിസ്ക് ആണ്. കാശ് വാങ്ങിക്കൊടുക്കണമെങ്കിൽ ചിലപ്പോ 4 പൊട്ടിക്കേണ്ടി വരും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. അവരെ വണ്ടിയിലേക്ക് മയത്തിലൊന്ന് എത്തിച്ചു കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. സൂരജിന്റെ അമ്മയുടെ കാര്യത്തിൽ നമുക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. പിന്നെ ശ്യാമിന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഡ്രീം നടക്കാൻ പോവല്ലടാ. പാവം കാമുകൻ ഇതിന്റെ പേരിൽ കുറെ തല്ലും കൊണ്ടുള്ളല്ലേ. ഷൗക്കത്തെ, ഈ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്യടാ. ശരി, പക്ഷേ എന്തിന്റെ പേരിലാണെങ്കിലും ഇനി ഒരിക്കൽ കൂടി ആരെങ്കിലും ഈ കാര്യം വേണ്ടിയാ, പിന്നെ നമ്മളില്ല, സെവൻസും ഇല്ല. ഹബീബ് ആളിപ്പേടുണ്ട്. ആളെ നമ്മൾ കാട്ടിത്തരാം, പക്ഷെ ചാടിക്കറി ചെയ്യാൻ പറ്റൂല. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ശരിക്കും പ്ലാൻ ഇല്ലെങ്കിൽ സംഗതി പാളും. വരി. ഹബീബൊക്കെ പറഞ്ഞ റെഡ് മാരുതി വാൻ 8454. വാ. എന്താ? വണ്ടിയുടെ ബാക്കിലത്തെ ടയർ പഞ്ചറാണ്. സൂക്ഷിക്കണം. ടേക്ക് കെയർ. എക്സ്ക്യൂസ് മീ, സോറി, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാമോ? ഞങ്ങൾക്ക് അല്പം ധൃതിയുണ്ട്. സ്റ്റെപ്പിനെ ഉണ്ടോ? ഉണ്ട്, പക്ഷെ എനിക്കിതൊന്നും ശീലമില്ല. സാധാരണ ഡ്രൈവേഴ്സാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാറുള്ളത്. സതീശ, നോക്കടാ. എവിടെയാ വീട്? ഞാനിവിടെ പുതിയ ആളാ. വളർന്നതൊക്കെ ബാംഗ്ലൂരിലാ. അച്ഛൻ കോഴിക്കോട്ടുകാരനാ. ഞങ്ങളിപ്പോ ഇവിടെ റീലൊക്കേറ്റ് ചെയ്യാനുള്ള പ്രിപ്പറേഷനിലാ. ഓ, അത് ശരി. വെൽക്കം ടു കാലിക്കറ്റ്. താങ്ക് യു. അയ്യോ മാഷേ, ലെഫ്റ്റ് സൈഡിലെ ടയർ പഞ്ചറാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, രാവിലെ ഷോറൂമിൽ വിളിച്ചു പറഞ്ഞാൽ അവരൊന്ന് ശരിയാക്കി തരും. എവിടെയാ പോണ്ടേ? ടൗണിൽ തന്നെയാ, ബീച്ച് റോഡിനടുത്ത്. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ? അയ്യോ, ബീച്ച് റോഡ് എന്ന് പറയുമ്പോൾ ദേ ലെവൽ ക്രോസ് കഴിഞ്ഞ റൈറ്റ് തിരിഞ്ഞാൽ ഞങ്ങളുടെ വീടുകളായി. ഒരു കാര്യം ചെയ്യ്, ആ വണ്ടിയിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. അവർക്കാണെങ്കിൽ ആ വഴിയാ പോണ്ടേ. ഞാൻ വേണേ അവരോട് പറയാം.
താങ്ക്സ്. ഞാൻ വണ്ടി ഒന്ന് ലോക്ക് ചെയ്തോട്ടെ. ഞാൻ പറയാം. താങ്ക് യു ഗൈസ്. മൂപ്പരുടെ വണ്ടി കേടായി, പോണ വഴിക്കൊന്ന് ഡ്രോപ്പ് ചെയ്യണേ. കേറിക്കോ. താങ്ക് യു. എനിക്കിവിടെ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. സി യു അഗൈൻ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ. എന്താ എന്തു പറ്റി? അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. നേരം വിളിക്കാൻ ഇനി അധികം സമയമൊന്നുമില്ലല്ലോ. വണ്ടി കിടന്നുറങ്ങാൻ പോവാ. നാളെ രാവിലെ വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വിളിക്കാം. അതെന്താ, പേടിയുണ്ടോ? ഹേ, ആക്ച്വലി ഐ എം ന്യൂ ടു ദിസ് പ്ലേസ്. സ്ട്രേഞ്ചേഴ്സിന് അല്പം പേടിയുണ്ട്. സോറി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഓരോന്ന് ചെയ്യുമ്പോ ആലോചിക്കണ്ടേ? മോംബായ വണ്ടി കയറും. നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? അവനവന്റെ കയ്യിലുള്ളത് കൊണ്ട് ലക്ഷറി കാണിച്ചാ പോരെ. വണ്ടി കയറാ. പറഞ്ഞു കേട്ടില്ലേ? പോയി വണ്ടി കയറാൻ. വണ്ടി കയറും. എന്താ നിങ്ങൾ കാണിക്കുന്നത്? വണ്ടി കയറാം. എന്നെ വിട്. എന്താ? എന്നെ വിടണം. ഹേയ്, എന്താ?